ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്നും എത്രയോ വഴക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പരീക്ഷകളിൽ നിരവധി തവണ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കൂട്ടുകാരും കാമുകയുമൊക്കെ പിണങ്ങിയ നാളുകളും രസകരമായ ഓർമ്മകളായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നിസ്സാര കാരണങ്ങൾ മതി മാനസികമായി തകരാൻ. പിന്നെ ആത്മഹത്യയും ഒളിച്ചോട്ടവുമൊക്കെയാണ്. ഇടുക്കിയിൽ മാതാപിതാക്കൾ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ച് പരിശോധിക്കണം. ചിന്നക്കനാൽ സ്വദേശിനിയായ 15-കാരി ശ്രീസഞ്ജനയാണ് വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് 16-കാരനെ സ്കൂൾ കെട്ടിടത്തിന്റെ വരാന്തയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. പത്തനംതിട്ട തിരുവല്ലയിൽ +2 വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. മോഡൽ പരീക്ഷ കഴിഞ്ഞെത്തിയ പെൺകുട്ടി ആൺ സുഹൃത്തിനെ വിളിച്ചറിയിച്ച ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു. ചിന്നക്കനാൽ ബിയൽറാം സ്വദേശിയായ ശ്രീസഞ്ജന കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ വെച്ചാണ് വിഷം കഴിച്ചത്. ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ ഉടൻ തന്നെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞതിനെ തുടർന്നുള്ള വിഷമത്തിൽ കുട്ടി വിഷം കഴിക്കുകയായിരുന്നു എന്നാണ് വിവരം. മുരുക്കുംതൊട്ടിയിലെ സ്വകാര്യ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന ശ്രീസഞ്ജന പഠനത്തിലും കലാരംഗത്തും മികവ് തെളിയിച്ചിരുന്നു. സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് തൊട്ടിൽപ്പാലം കുണ്ടുതോട്ടിലെ കുഞ്ഞിപ്പറമ്പത്താണ് +2 വിദ്യാർത്ഥിയെ സ്കൂൾ കെട്ടിടത്തിന്റെ വരാന്തയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുള്ളൻകുന്നിലെ പ്രൈവറ്റ് കോളേജിൽ വിദ്യാർത്ഥിയായ അനുരഞ്ജാണ് മരിച്ചത്. വീടിനടുത്തുള്ള കുണ്ടുതോട് UP സ്കൂളിന്റെ പഴയ കെട്ടിടത്തിന്റെ വരാന്തയിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത്. തൊട്ടിൽപ്പാലം പോലീസും കോഴിക്കോട് റൂറൽ ഫോറൻസിക് യൂണിറ്റും മേൽനടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പത്തനംതിട്ട തിരുവല്ല കാവും ഭാഗത്ത് +2 വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് കഴിഞ്ഞ ദിവസമാണ്. പെരിങ്ങോൾ സ്വദേശി അപർണയാണ് മരിച്ചത്. മോഡൽ പരീക്ഷ കഴിഞ്ഞെത്തിയ പെൺകുട്ടി ആൺസുഹൃത്തിനെ വിളിച്ചറിയിച്ച ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മരണത്തിലേക്ക് നയിച്ചതിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.